ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ വമ്പൻ തെളിവുകളുമായി കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല ഒന്ന് മിന്നിക്കയറി വന്നതാണ്. പക്ഷേ SIT ഇടപെട്ട് ആ മിന്നിക്കയറ്റം അവസാനിപ്പിക്കുകയും ചെയ്തു. പുരാവസ്തുക്കൾ കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ ശതകോടികൾക്ക് വിറ്റഴിക്കുന്ന കള്ളക്കടത്ത് മാഫിയയുമായി ശബരിമല സ്വർണ്ണമോഷണ കേസിന് ബന്ധമുണ്ടെന്നും ഇത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുമാണ് രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ADP H വെങ്കടേഷിന് കത്ത് നൽകിയത്. കത്തിൻ്റെ പിന്നാലെ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന SIT ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ വേഗത്തിൽ തീരുമാനിക്കുന്നു. അതിനേക്കാൾ വേഗതയിൽ ചെന്നിത്തലയുടെ മൊഴിയെടുക്കൽ പിന്നൊരു തവണത്തേക്ക് മാറ്റിവെക്കാനും SIT തീരുമാനിച്ചു. ഇതിന് പിന്നിൽ വിരണ്ടു നിൽക്കുന്ന CPM തന്നെയാണ്. വൻ തോക്കുകൾ പിന്നിലുള്ളത് ആരൊക്കെയെന്ന് ചെന്നിത്തല മൊഴി കൊടുത്താൽ കളി കാര്യമാണെന്നറിയാവുന്നവർ അവർ തന്നെയാണ് CPMകാർ. അപ്പോൾ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ടവർ ചെന്നിത്തല വിരുദ്ധ തന്നെയാകും. അങ്ങനെയെങ്കിൽ CPMന് പിടിച്ചു നിർത്താത്ത പ്രതിരോധത്തിൽ പെട്ടുപോകേണ്ടി വരും. എങ്കിൽ തൽക്കാലത്തേക്ക് ചെന്നിത്തലയുടെ മൊഴിയെടുക്കൽ മഹാമഹം വേണ്ടെന്നാണ് CPM നേതൃത്വം SITക്ക് നൽകിയ നിർദ്ദേശം. കോൺഗ്രസുകാർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി പതിയെ കാര്യങ്ങൾ തെളിഞ്ഞു വന്നതാണ്. രമേശ് ചെന്നിത്തല നടത്തിയ വെളിപ്പെടുത്തൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. പുരാവസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയിൽ കാണാതെ പോയ സ്വർണ്ണപ്പളികളുടെ ഇടപാട് നടന്നത് 500 കോടി രൂപയ്ക്കെന്ന അറിവ് കിട്ടിയതായും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര മാഫിയയും മോഷണവുമായുള്ള ബന്ധം അന്വേഷിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് രമേശ് ചെന്നിത്തല കത്ത് നൽകിയത്. ചെന്നിത്തല സ്ഥിരം ചെയ്യുന്നതുപോലെ ഇത്തവണ വെല്ലുവിളിച്ചതൊന്നുമല്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര മാഫിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രത്യേക സംഘത്തോട് വെളിപ്പെടുത്താൻ തയ്യാർ എന്നാണ് ഉറപ്പ് നൽകിയത്. ഈ കരിഞ്ചന്ത സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടതെന്നും ചെന്നിത്തല തൻ്റെ കത്തിൽ പറഞ്ഞിരുന്നു. ശബരിമല കേസിൻ്റെ കാണാപ്പുറത്തുള്ള അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം. പ്രത്യേക സംഘം അന്വേഷണത്തിന് തയ്യാറായാൽ ഈ ഓപ്പറേഷനെക്കുറിച്ച് നേരിട്ട് അറിവുള്ള ഒരു വ്യക്തിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കാം എന്നുവരെ ചെന്നിത്തല നൽകിയ വാഗ്ദാനത്തിൽ പെട്ടിരുന്നു. ഇതിനിടയിലാണ് വിശ്വാസികളുടെ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ചെന്നിത്തലയുടെ മൊഴിയെടുക്കൽ പോലും SIT താൽക്കാലികമായി മാറ്റിവെച്ചത്. കാരണം 1 CPMന്റെ സമ്മർദ്ദം. കാരണം 2 രണ്ടാം ഘട്ട തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത ദിവസമാണ്. കേസിന്റെ ക്രിമിനൽ ശൃംഖലയും ഇതുവരെ ലഭ്യമായ വിവരങ്ങളും പുനഃപരിശോധിക്കണം എന്ന ന്യായം നിർത്തിയാണ് SIT ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതത്രേ. മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് SIT ചെന്നിത്തലയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിൽ വ്യക്തതയും സുതാര്യതയും ഉറപ്പുവരുത്താൻ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും ആവശ്യമായി വന്നാൽ കൂടുതൽ പേരുടെ മൊഴിയും രേഖകളും എടുക്കുമെന്നൊക്കെ SIT ഉറപ്പ് നൽകിയതാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് SITയുടെ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയുടെ മൊഴി SIT സഗൗരവം എടുക്കുമെന്നാണ് ഏവരും കരുതിയത്. രണ്ടാം ഘട്ട തദ്ദേശ തിരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കാനിരിക്കെ രമേശിന്റെ മൊഴിയെടുത്താൽ അത് രണ്ടാം ഘട്ടത്തിൽ CPMനും സർക്കാരിനും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ചില ഇടത് കേന്ദ്രങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ പേരിൽ ഉണ്ടായ രാഷ്ട്രീയ സമ്മർദ്ദം മൊഴിയെടുപ്പ് മാറ്റിവെക്കാനുള്ള തീരുമാനത്തിന് കാരണമായി എന്നൊരു ഊഹാപോഹം കൂടി ഇപ്പോൾ പരക്കുന്നുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തല ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി എവിടെ വിറ്റു, ആര് വിറ്റു, എങ്ങനെയാണ് വിറ്റത്, അത് എന്തായാലും ചെന്നിത്തല വ്യക്തമായി പറയുന്നത് 500 കോടിയിലധികം രൂപയുടെ കച്ചവടമാണ് നടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്വർണം കൈമറിഞ്ഞ് ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര മാഫിയയുടെ കയ്യിൽ എത്തിക്കാണും. ഈ സുപ്രധാന തെളിവുകൾ തന്നെയാണ് ചെന്നിത്തലയ്ക്ക് നൽകാനുണ്ടായിരുന്നത്. പക്ഷേ SIT ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തെളിവുകൾ നൽകാമെന്നും ചെന്നിത്തല അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കൂട്ടിമുട്ടിക്കാമെന്ന് പറഞ്ഞ വ്യക്തികളെ രണ്ടാമതൊരു ചിന്തയ്ക്ക് കൂടി തയ്യാറാക്കാൻ തന്നെയാണ് അവരുടെ മേലിൽ സമ്മർദ്ദമെന്നോണം മൊഴിയെടുക്കൽ മാറ്റിവെച്ചത് എന്നൊരു സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്.